ലേണേഴ്സ് ഷോറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ടീഷൻ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. നോക്കാം കൂടുതൽ വിശദമായി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ഷോർ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആദ്യം എന്താണ് കണ്ടീഷൻ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്നുള്ളത് നോക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ, അതിൽ നിന്ന് തുടങ്ങാം. ഇഫ് യു ഇൻവൈറ്റ് ഹിം ഹി വിൽ കം. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്, നീ അവനെ ക്ഷണിക്കുന്നുവെങ്കിൽ അവൻ വരും. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം നീ അവനെ ക്ഷണിക്കുന്നുവെങ്കിൽ, ഇഫ് യു ഇൻവൈറ്റ് ഹിം. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് അതിലെന്തോ ഒന്നിൻ്റെ ഒരു കുറവ് തോന്നുന്നുണ്ട്, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫീല്. മറ്റെന്തോ ഒന്നുകൂടി അതിനോട് കൂടി ചേർന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവൂ എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഒരു പരിപൂർണമല്ലാത്ത ഒരു സെൻറ്റൻസായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ ഭാഗത്തിനെ, ഒരു സെൻറ്റൻസിൽ ഇൻകംപ്ലീറ്റ് ആയ ഭാഗത്തിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഹി വിൽ കം. കോമ കഴിഞ്ഞിട്ട് ഹി വിൽ കം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം അവൻ വരും. അപ്പോൾ നമുക്കറിയാം അത് കംപ്ലീറ്റ് ആണ്, അല്ലേ? അവൻ വരും എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു സെൻറ്റൻസിൽ കംപ്ലീറ്റ് ആയ ഭാഗത്തിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റ് ഹിം ഹി വിൽ കം. നീ അവനെ ക്ഷണിക്കുന്നുവെങ്കിൽ അവൻ വരും. അപ്പോൾ എന്താണ്? ഇൻകംപ്ലീറ്റ് ആയ ഭാഗം നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിച്ചു, കംപ്ലീറ്റ് ആയ ഭാഗത്തെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ക്ലോസ് എഴുതുമ്പോൾ എപ്പോഴും അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് വേണം മെയിൻ ക്ലോസ് എഴുതാൻ. അവിടെ കണ്ടോ, ഇഫ് യു ഇൻവൈറ്റ് ഹിം കഴിഞ്ഞൊരു കോമ ഇട്ടിട്ട് മെയിൻ ക്ലോസ് ആയിട്ടുള്ള ഹി വിൽ കം എന്ന് എഴുതി. അപ്പോൾ വേറൊരു കാര്യം, നമ്മളെപ്പോഴും ഇഫ് ക്ലോസിൽ തന്നെ ഒരു കണ്ടീഷൻ ക്ലോസ് ആരംഭിക്കണം എന്നൊന്നും ഇല്ല, ഇഫിൽ തുടങ്ങണമെന്നില്ല. മെയിൻ ക്ലോസ് വെച്ചിട്ടും ഒരു സെൻറ്റൻസ് തുടങ്ങാം. അങ്ങനെ മെയിൻ ക്ലോസ് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്കിൽ മെയിൻ ക്ലോസ് കഴിഞ്ഞാൽ കോമ ഇട്ടിട്ട് വേണ്ട ഇഫ് ക്ലോസ് എഴുതാൻ. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എഴുതി പോവാം. ഇഫ് ക്ലോസിലാണ് തുടങ്ങുന്നത് എങ്കിൽ മാത്രം ഇഫ് ക്ലോസ് കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടിട്ട് മെയിൻ ക്ലോസ് എഴുതണമെന്നാണ് നിയമം. മെയിൻ ക്ലോസിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ് എന്നെല്ലാം വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ, മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയ ഭാഗത്തിനെയാണ്, ഒരു സെൻറ്റൻസിൽ കംപ്ലീറ്റ് ആയ ഭാഗത്തിനെയാണ് മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. അതായത് അത് സ്വതന്ത്രമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്നെല്ലാം വിളിക്കുന്നത്. ഇഫ് ക്ലോസിനെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, സബ് ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്നെല്ലാം വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു സെൻറ്റൻസിൽ ഇൻകംപ്ലീറ്റ് ആയ ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് എന്തോ ഒന്നുകൂടി അതിനോട് ചേർന്നാൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, മറ്റൊന്നിനോട് സബോർഡിനേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, സബ് ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്നെല്ലാം വിളിക്കുന്നത്. ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് കണ്ടീഷൻ ക്ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൽ ഇഫ് അല്ലെങ്കിൽ അൺലെസ് എന്ന വാക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊരു കണ്ടീഷൻ ക്ലോസിലുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇഫ് എന്നതിൻ്റെ നെഗറ്റീവ് രൂപമാണ് അൺലെസ്. ഇഫ് പ്ലസ് നോട്ടാണ് എന്ത്? അൺലെസ്. ഇഫ് അല്ലെങ്കിൽ അൺലെസ് ഒരു സെൻറ്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു കണ്ടീഷൻ ക്ലോസിലുള്ള സെൻറ്റൻസ് ആണ് എന്ന്. 3 ടൈപ്സ് ഓഫ് കണ്ടീഷൻ ക്ലോസ് ആണുള്ളത്. പോസിബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. ഈ ഒരു 3 ടൈപ്പ് കൃത്യമായി പഠിച്ചാൽ, അതിൻ്റെ നിയമം കൃത്യമായി പഠിച്ചാൽ
ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഏതൊരു ചോദ്യത്തിനും സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാം. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം, അതിൻ്റെ റൂളൊക്കെ നോക്കാം. ആദ്യത്തേത് പോസിബിൾ അല്ലെങ്കിൽ പ്രോബബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ. മൂന്നും ഒന്ന് തന്നെയാണ്. പോസിബിൾ കണ്ടീഷനെ തന്നെയാണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്, അത് തന്നെയാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതിൻ്റെ റൂള്, ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റിൽ ഉള്ള വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരും, അതായത് V1 വരും. എക്സാമ്പിൾ, ഇഫ് യു ഇൻവൈറ്റ് ഹിം ഹീ വിൽ കം. അപ്പോൾ അതിൽ ഇഫ് ക്ലോസിൽ നോക്കുക, അതിൽ വന്നിരിക്കുന്ന വേർബ് ഇൻവൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെൻസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു എസ് അല്ലെങ്കിൽ ES വരുന്നതോ വരാത്തതോ ആയിട്ടുള്ള വേർബുകളെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാറ്. അപ്പോൾ അവിടെ ഇൻവൈറ്റ് എന്നുള്ളത് എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു വേർബാണ്. അങ്ങനെ വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വേണം, വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. അപ്പോൾ നമ്മളവിടെ ഹീ വിൽ കം, വില്ലിൻ്റെ കൂടെ കം എന്ന് പറയുന്ന വേർബിൻ്റെ ഫസ്റ്റ് ഫോം എഴുതി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് ഇഫ് യു ഇൻവൈറ്റ് ഹിം ഹീ ഡാഷ് കം എന്ന് തന്നു. എന്നിട്ട് ഓപ്ഷനിൽ ഇപ്പോൾ വില്ല്, ഷാല്, കുഡ്, വുഡ് എന്നൊക്കെ തന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും, വില്ല് വേണോ ഷാല് വേണോ എന്നൊക്കെ കൺഫ്യൂഷനാവും. അപ്പോൾ ഒരു സംശയം വേണ്ട, അങ്ങനെ തന്നു കഴിഞ്ഞാൽ എപ്പോഴും വില്ലിന് വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. വില്ലില്ലെങ്കിൽ മാത്രം ഷാൽ, ക്യാൻ, മേ ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ മതിയാവും. നേരെ മറിച്ച് വില്ലിൻ്റെ കൂടെ ക്യാനോ മേയോ ഷാലോ ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കണ്ട, വില്ലിനാണ് അവിടെ പ്രാധാന്യം, വില്ല് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം V1 വരും. ഓക്കെ, അടുത്ത ഇത് ഇംപ്രോബബിൾ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ. നോക്കാം എന്താണെന്ന്. ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് പാസ്റ്റ് ടെൻസ് വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കണം. നോക്കാം. എക്സാമ്പിൾ, ഇഫ് യു ഇൻവൈറ്റഡ് ഹിം ഹീ വുഡ് കം. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വേർബ് ഏതാണ്, ഇൻവൈറ്റഡ്. അത് പാസ്റ്റ് ടെൻസിലുള്ളൊരു വേർബാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് EDO അതുപോലെ TO വേർബിൻ്റെ കൂടെ വന്നാൽ അതെന്താണ്, പാസ്റ്റ് ടെൻസിലുള്ള വേർബാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ എന്ത് വന്നു, ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് പാസ്റ്റ് ടെൻസിലുള്ള വേർബായിട്ടുള്ള ഇൻവൈറ്റഡ് വന്നു. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വേണം, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 എണ്ണത്തിൽ, അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതിലേറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് വുഡിനാണ്. വുഡ് ഇല്ലെങ്കിൽ മാത്രം മറ്റത് നോക്കിയാൽ മതിയാവും. അപ്പോൾ രണ്ടോ മൂന്നോ എണ്ണം ഒരേ ഓപ്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ വുഡ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ വുഡ് ഉപയോഗിച്ചു. പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോമായിട്ടുള്ള കം, കെയിം, കം എന്നല്ലേ. അപ്പോൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം എന്താണ്, കം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ എന്താണ്, ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് പാസ്റ്റ് ടെൻസ് വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കണം. ഇതാണ് രണ്ടാമത്തെ റൂള്. ഇനി മൂന്നാമത്തെ നോക്കാം. ഇംപോസിബിൾ അല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹാഡ് പ്ലസ് V3 നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ നോക്കിയതാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3
ഇതാണ് വുഡ് ഹാവ് പ്ലസ് V3, ഷുഡ് ഹാവ് പ്ലസ് V3, കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹിം ഹി വുഡ് ഹാവ് കം. അപ്പോൾ ഇഫ് ക്ലോസ് നോക്കൂ, അവിടെ ഹാഡ് പ്ലസ് V3, ഹാഡിൻ്റെ കൂടെ ഇൻവൈറ്റഡ്, അതായത് ഇൻവൈറ്റഡ് എന്നാണ്. V3 എന്താണ്? ഇൻവൈറ്റഡ്. ഹാഡ് പ്ലസ് V3 വന്നു ഇഫ് ക്ലോസിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് V3, അതുമല്ലെങ്കിൽ കുഡ് ഹാവ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് V3. അപ്പോൾ നമ്മളവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? വുഡിനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി മെയിൻ ക്ലോസിൽ? ഹീ വുഡ് ഹാവ് കം. കം എന്നുള്ളത് V3 ആണ്. കം എന്നുള്ളതാണ് V1, V2, V3 ഫോം. അപ്പം നമ്മളവിടെ ഹി വുഡ് ഹാവ് കം എന്ന് മെയിൻ ക്ലോസിൽ എഴുതി. അപ്പം എന്താണ്? ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇനി നമുക്കതൊരു ടേബിളിലാക്കി വെക്കാം, എളുപ്പത്തിന് പഠിക്കാൻ. ഇപ്പം എന്താണ് പറഞ്ഞത്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ഉപയോഗിക്കണം. രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ഐ വർ എ ബേർഡ് ഐ ഡാഷ് ഫ്ലൈ എവേ. അപ്പോൾ അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ വിൽ, ബി വുഡ്, സി ഷാൾ, ഡി കുഡ്. അപ്പോൾ നമുക്കതിൽ ഉത്തരം വരുന്നത് അവിടെ റെഡ് ഇങ്കിൽ കൊടുത്തിട്ടുണ്ട്, വുഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഈ റൂളൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ്. ഇഫ് ക്ലോസിൽ വേർ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡാണ് ആൻസറായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഇഫ് ക്ലോസിൽ വുഡ് വന്നാൽ മെയിൻ ക്ലോസിൽ വേറാണ് ആൻസറായിട്ട് വരുള്ളൂ. അപ്പോൾ അവിടെ ഒരു വേറും വുഡും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. വേർ വന്നാൽ ഉത്തരത്തിൽ വുഡുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. നേരെ മറിച്ച് ചോദ്യത്തിൽ വുഡുണ്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ ആൻസറിൽ വേറുണ്ടോ നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിൽ വേർ വന്നു, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം മെയിൻ ക്ലോസിൽ വുഡേ വരുള്ളൂ. അപ്പോൾ അവിടെ വുഡുണ്ടോ നോക്കുക, വുഡ് എടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു സെൻറ്റൻസ് നോക്കിയാൽ മനസ്സിലാവും. ഇതിലാദ്യം മെയിൻ ക്ലോസിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ അവിടെ കോമയുടെ ആവശ്യം ഇല്ല, നേരിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ നമ്മൾ 3 റൂൾ ആലോചിക്കുക. ഇവിടെ മെയിൻ ക്ലോസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇഫ് ക്ലോസ് നോക്കുക. ഇഫ് ക്ലോസിൽ എന്താണ്? ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഹാഡ് പ്ലസ് വർക്ക്ഡ്. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? മെയിൻ ക്ലോസ് എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ അവിടെ നോക്കുക ആൻസറിൽ ഉണ്ടോയെന്ന്, അങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്ഷൻ. അപ്പോൾ നമ്മളവിടെ വുഡ് ഹാവ് എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കും V3 എവിടെ പോയി എന്ന്. ചോദ്യത്തിൽ നോക്കുക, സക്സീഡഡ്, അതാണ് V3. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 വന്നു. അപ്പോൾ ഷീ വുഡ് ഹാവ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്, അതാണ് ഉത്തരം. അടുത്തതായിട്ട് 3ാമത്തെ ചോദ്യം. ഇഫ് ഹീ കംസ് ഹിയർ ഐ ഡാഷ് ഹിം എ ഗിഫ്റ്റ്. അപ്പോൾ ആദ്യത്തേത് ഇഫ് ക്ലോസ് ആണ്, അതിൽ വേർബ് കംസ്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നതാണ്.
എസ് ഓർ ഇ എസ് വരുന്നതോ വരാത്തതോ ആയ വെർബുകളെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ വേർബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ കംസ് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വേർബാണ്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. അപ്പോൾ അവിടെ നോക്കുക വില്ലോ ഷാലോ ക്യാനോ മേയോ ഉണ്ടോയെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഓപ്ഷനിൽ നോക്കി, അവിടെ വില്ലുണ്ട്. വില്ലിൻ്റെ കൂടെ വേർബ് 1 ആണ് വന്നിരിക്കുന്നത്. അതെ, ഗിവ്, ഗിവ്, ഗേവ്, ഗിവൺ എന്നാണ്. അപ്പോൾ V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വിൽ പ്ലസ് V1 ആയിട്ടുള്ള വിൽ ഗിവ് ആണ്. അപ്പോൾ എന്ത് വന്നു ഉത്തരം? ഇഫ് ഹി കംസ് ഹിയർ ഐ വിൽ ഗിവ് ഹിം എ ഗിഫ്റ്റ്. അടുത്തത് ഇഫ് ഹി വെൻ ദർ ഹി ഡാഷ് ദം. അപ്പം ഇഫ് ക്ലോസ് നോക്കുക. ഇഫ് ക്ലോസിൽ വേർബ് ഏതാണ്? വെൻറ്റ്. വെൻറ്റ് എന്നുള്ളത് ഏത് ടെൻസിൽ വരുന്നതാണ്? സിമ്പിൾ പ്രസൻ്റ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, അതല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ നോക്കുക. വെൻറ്റ് എന്നുള്ളത് എന്താണ്? ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ അത് V2 ആണ്. V2 ഏതിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളൊരു വേർബാണ് വെൻറ്റ് എന്ന് മനസ്സിലായി. അങ്ങനെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? വുഡ് ഓർ, കുഡ് ഓർ, ഷുഡ് ഓർ, മൈറ്റ് പ്ലസ് V1. അപ്പോൾ അവിടെ നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻ ബി കണ്ടു, കുഡ് പ്ലസ് V1, കുഡ് മീറ്റ്. അപ്പോൾ ഉത്തരം ഇഫ് ഹി വെൻ ദർ ഹി കുഡ് മീറ്റ് ദം എന്നുള്ളതാണ്, കുഡ് മീറ്റ്. അടുത്തതായിട്ട് ഇഫ് ഐ ഹാഡ് ഹിസ് അഡ്രസ് ഐ ഡാഷ് സെൻഡ് ഹിം എ ലെറ്റർ. അപ്പോൾ അവിടെ ഇഫ് ക്ലോസ് നോക്കുക. ഇഫ് ക്ലോസിലെ വേർബ് ഏതാണ്? ഹാഡ് അല്ലേ? ഹാഡാണ്. ഹാഡ് എന്നുള്ളത് ഏത് ഫോമിലുള്ളതാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണോ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്നാലോചിക്കുക. അപ്പോൾ ഹാഡ് എന്നുള്ളത് എന്താണ്? V2 ഫോമാണ്. ഹാവ്, ഹാഡ്, ഹാഡ്. ഹാവിൻ്റെ V2 ഫോമാണ് ഹാഡ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? വുഡ് ഓർ, ഷുഡ് ഓർ, കുഡ് ഓർ, മൈറ്റ് പ്ലസ് V1. അങ്ങനെ അവിടെ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ ഓപ്ഷൻ ഡി കണ്ടു നമ്മൾ, വുഡ് ഉണ്ട്. അപ്പോൾ നോക്കുക V1 എവിടെ? അപ്പോൾ ചോദ്യത്തിലേക്ക് നോക്കിയാൽ സെൻഡ്, SEND, സെൻഡ് എന്നുള്ളത് V1 ഫോമാണ്. അപ്പോൾ വുഡ് പ്ലസ് V1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് തന്നെയാണ് ഉത്തരം. ഐ വുഡ് സെൻഡ് ഹിം എ ലെറ്റർ. അടുത്തതായിട്ട് ഉള്ള ചോദ്യം ഇഫ് ഹി വേർ ഹിയർ ഹി ഡാഷ് ഹെൽപ്പ് മീ. അപ്പോൾ അവിടെ വീണ്ടും നോക്കുക. നമ്മൾ നേരത്തെ ഒരു വേറും വുഡും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ പറഞ്ഞിരുന്നു. ഇഫ് ക്ലോസിൽ വേർ വന്നാൽ മെയിൻ ക്ലോസിൽ ഉത്തരം വുഡേ വരുള്ളൂ. അപ്പോൾ വേറെ ഒരു റൂളും അവിടെ നോക്കേണ്ട കാര്യമില്ല. വേറ് വന്നുകൊണ്ട് അവിടെ വുഡ് എടുത്ത് എഴുതിയാൽ മതി. ഇഫ് ഹി വേർ ഹിയർ ഹി വുഡ് ഹെൽപ്പ് മീ, അത്രയേ ഉള്ളൂ. അടുത്തതായിട്ടുള്ള ചോദ്യം ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൻ ഹോസ്പിറ്റൽ. പിന്നെ അവിടെ ഡാഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മെയിൻ ക്ലോസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് റൂളാണ് വന്നിരിക്കുന്നത് നോക്കുക. അവിടെ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. നോ, ന്യൂ, നോൺ എന്നാണ്. അപ്പോൾ അവിടെ ഹാഡ് പ്ലസ് V3 വന്നു. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസ് എന്ത് വേണം? വുഡ് ഹാവ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് V3, അതുമല്ലെങ്കിൽ മൈറ്റ് ഹാവ് V3. അതിലേതെങ്കിലും ഒന്ന് അവിടെ വരുന്നുണ്ടോ നോക്കുക. അവിടെ ഓപ്ഷൻ ഡി, ഐ വുഡ് ഹാവ് കം. വുഡ് വന്നു, ഹാവ് വന്നു, V3 ആയിട്ടുള്ള കം വന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഉത്തരം ഐ വുഡ് ഹാവ് കം ടു സീ യു. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്ഷൻ സി കണ്ടോ? ഐ വുഡ് ഹാവ് എന്ന് അവിടെയും തന്നിട്ടുണ്ട്, പക്ഷെ അവിടെ
കെയിം എന്നാണ്. അപ്പോൾ കമ്മിൻ്റെ V2 ഫോമാണ് കെയിം. കം, കെയിം, കം എന്നാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ തെറ്റിക്കാൻ പാടില്ല. V1, V2, V3 ഫോമുകൾ അറിഞ്ഞിരിക്കണം. അടുത്തൊരു ചോദ്യം, ഇഫ് ഇറ്റ് ഹാപ്പൻസ് യു ഡാഷ് ഇൻ ട്രബിൾ. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൽ വേർബ് ഹാപ്പൻസ്, അവിടെ കണ്ടോ എസ് വന്നിട്ടുണ്ട് വേർബിൻ്റെ കൂടെ. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ എന്ത് വേണം? മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ കുഡ് ഓർ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 വേണം. അപ്പോൾ അവിടെ ആകെ ഒറ്റ ഇതിലേ വില്ല് വന്നിട്ടുള്ളൂ ഓപ്ഷനിൽ. അപ്പോൾ അതെടുത്ത് എഴുതുക. ഓപ്ഷൻ സി വിൽ ബി. ഇഫ് ഇറ്റ് ഹാപ്പൻസ് യു വിൽ ബി ഇൻ ട്രബിൾ. ഇത് വന്നു ഇഫ് ഇറ്റ് ഹാപ്പൻസ് യു വിൽ ബി ഇൻ ട്രബിൾ. അപ്പോൾ വിൽ ബി ആണ് ആൻസർ. അടുത്തൊന്ന്, ദേ വുഡ് വിൻ ഇഫ് ദേ ഡാഷ്. അപ്പോൾ അവിടെ മെയിൻ ക്ലോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ അവിടെ വന്നിരിക്കുന്നത് വുഡാണ്. അപ്പോൾ വുഡ് പ്ലസ് V1 വിൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, റിവേഴ്സിൽ ആലോചിക്കുക, വുഡ് പ്ലസ് V1 ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇഫ് ക്ലോസിൽ എന്താണ് ചെയ്യേണ്ടത്? ഇഫ് ക്ലോസിൽ ഏത് വേർബാണ് വരേണ്ടത് എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, എന്ത് പഠിച്ചിരുന്നു? വുഡ് വിൻ എന്നുള്ളത്, അതായത് വുഡ് പ്ലസ് V1 എന്ന് വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്ലോസിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇഫ് ക്ലോസിൽ ട്രൈഡ്, അതായത് പാസ്റ്റ് ടെൻസിലുള്ള വെർബ് വേണം എഴുതാൻ. അപ്പോൾ അവിടെ ആകെ പാസ്റ്റ് ടെൻസിലുള്ള അതായത് ഒറ്റ വേർഡേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കൂടെ വേറൊന്നും വരില്ല. അതാകെ ട്രൈഡ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ദേ വുഡ് വിൻ ഇഫ് ദേ ട്രൈഡ്. ഓക്കെ, അടുത്ത ഒരെണ്ണം, ഇഫ് രാഹുൽ പ്ലേഡ് വെൽ ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹി വിൽ വിൻ ദ മാച്ച്, ഹി വിൻസ് ദ മാച്ച്, ഹി വുഡ് വിൻ ദ മാച്ച്, ഹി വുഡ് ഹാവ് വോൺ ദ മാച്ച്. അപ്പോൾ ആദ്യത്തെ എ ഓപ്ഷൻ എടുത്ത് നോക്കാം. ഹി വിൽ വിൻ ദ മാച്ച് എന്നുള്ളത് അത് ശരിയാവും. അപ്പോൾ നമ്മളൊന്ന് ഇഫ് ക്ലോസിൽ എന്താ വന്നേക്കുന്നത്? പ്ലേഡ് വെൽ എന്നുള്ള ഒരു ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വേർബ് ഏതാ തന്നിരിക്കുന്നത്? പ്ലേഡ്. ED അല്ലെങ്കിൽ ടി വന്നാൽ അത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വേർബ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വേണം? വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1, അതുമല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1. ഉത്തരത്തിൽ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ആദ്യത്തേതിൽ ഹി വിൽ വിൻ ദ മാച്ച്. അപ്പോൾ വിൽ എന്തായാലും വരില്ല. നമുക്ക് വേണ്ടത് ഏതാണ്? വുഡ് പ്ലസ് V1, ഷുഡ് പ്ലസ് V1, കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1. രണ്ടാമത്തെ വിൻസ് എന്നുള്ളതാണ്. ഹി വിൻസ് ദ മാച്ച്. അപ്പോൾ അതും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കുക, സി, ഹി വുഡ് വിൻ ദ മാച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എന്ത് വന്നു? വുഡ് പ്ലസ് V1, വുഡ് വിൻ എന്നുള്ളത് വന്നു. അപ്പോൾ നമുക്ക് തുറപ്പിക്കാം, അത് തന്നെയാണ് ഉത്തരം. അപ്പോൾ ഇഫ് രാഹുൽ പ്ലേഡ് വെൽ ഹി വുഡ് വിൻ ദ മാച്ച്. അടുത്തൊന്ന്, ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിലാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്, അതായത് ട്രെയിൻഡ്, വുഡ് ഹാവ് ട്രെയിൻഡ്. അപ്പോൾ അത് നമ്മൾ റിവേഴ്സിൽ ആലോചിക്കണം. നമുക്ക് എന്താ വേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സംഭവമാണ് ഇഫ് ക്ലോസിൽ വരേണ്ടത്. അപ്പോൾ എന്താണത്? അതായത് ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആകെ ഒരു ഹാഡേ വന്നിട്ടുള്ളൂ, ഹാഡ് ഉള്ളതേ ഉള്ളൂ, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഹാഡ് വാണ്ടഡ് എന്നുള്ളതാണ് ആൻസർ. ഇഫ് യു ഹാഡ് വാണ്ടഡ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. അടുത്തൊരു ചോദ്യം, ഇഫ് യു ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി യു ഡാഷ് റീച്ച്ഡ് ഓൺ ടൈം. അപ്പോൾ അവിടെ ഇഫ് ക്ലോസ് നോക്കുക. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്, അതായത് സ്റ്റാർട്ടഡ്, ഹാഡ് പ്ലസ് V3. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോസിൽ എന്ത് വേണം? വുഡ് ഹാവ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് V3. ഓപ്ഷനിൽ അങ്ങനെ ഒന്നുണ്ടോ നോക്കുക.
വുഡ് ഹാവ് കാണാണ്ട്. അപ്പോൾ V3 അവിടെ പോയി ചോദ്യത്തിലേക്ക് നോക്കിയാൽ അവിടെ റീച്ച്ഡ് എന്ന് പറയുന്ന V3 ഫോം കാണാം. അപ്പോൾ അതാണ് ഉത്തരം, വുഡ് ഹാവ് റീച്ച്ഡ് ഓൺ ടൈം. അടുത്ത ഒന്ന്, ഡാഷ് ഐ വുഡ് ഹാവ് ബോട്ട് എ ഫെറാറി. അപ്പോൾ അവിടെ ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് മെയിൻ ക്ലോസിൽ എന്താണ് അതിൻ്റെ ഫോം, ഏത് ഫോമിലാണ് കിടക്കേണ്ടതെന്ന് നോക്കുക. വുഡ് പ്ലസ് ഹാവ് പ്ലസ് ബോട്ട് ബൈ ബോട്ട് എന്നാണ്. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് B3 ആണ്. അപ്പോൾ റിവേഴ്സിൽ ആലോചിക്കുക, അപ്പോൾ അത് ഏതിൽ വരും? അപ്പോൾ നമുക്കറിയാം അത് ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത് ഇഫ് ക്ലോസിൽ എന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടോ നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, രണ്ട് ഹാഡ് വന്നു. അപ്പോൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹാഡ് V3ക്ക് ഈക്വലാണ് ഹാഡ് എന്നുള്ളതും ഹാഡ് ബീൻ എന്നുള്ളതും. അതുമല്ലെങ്കിൽ ആലോചിക്കുക, ഹാവിൻ്റെയും ഹാസിൻ്റെയും V2 V3 ഫോമുകൾ ഹാഡ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്ന് നമ്മുടെ നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഹാഡാണ്, മറ്റേത് V3 ആയിട്ടുള്ള വേർബിൻ്റെ തേർഡ് ഫോം ആയിട്ടുള്ള ഹാഡാണ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് എ ഫെറാറി. അപ്പോൾ അവിടെ ഹാഡ് V3ക്ക് ഈക്വലാണ് എന്ത്? ഹാഡും അതുപോലെ ഹാഡ് ബീനും. ഓക്കെ, ഇനി അടുത്തൊന്ന്, ഹാഡ് ഐ നോൺ ദസ് ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാഡ് ഐ നോൺ ദസ് കഴിഞ്ഞിട്ട് കോമട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഇവിടെ ഈഫും ഇല്ല അൺലെസ്സും ഇല്ല, പിന്നെ അതെങ്ങനെ ഒരു ഇഫ് ക്ലോസ് ആയി എന്ന്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ക്ലോസ് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട. ഹാഡ് ഐ നോൺ എന്ന് നമുക്കൊരു കിട്ടിയ ചോദ്യത്തിൽ സെൻറ്റൻസിലുണ്ടെങ്കിൽ ഹാഡ് ഐ നോൺ എന്നുള്ളത് ഇഫ് ഐ ഹാഡ് നോൺ എന്നുള്ളതിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഹാഡ് ഐ നോൺ ദിസ് എന്നുള്ളതിന് എന്ത് വായിക്കാം? ഇഫ് ഐ ഹാഡ് നോൺ ദിസ് എന്ന് വായിക്കാം. അപ്പോൾ അതെന്തായി? ഒരു ഇഫ് ക്ലോസ് ആയി. അപ്പോൾ ഇഫ് ക്ലോസ് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്താണ്? മെയിൻ ക്ലോസ് ആണ് ഉത്തരത്തിൽ വരേണ്ടത്. അപ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് നോൺ, നോ ന്യൂ നോൺ. അപ്പോൾ ഹാഡ് പ്ലസ് V3 വന്നു. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വേണം? വുഡ് ഹാവ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് V3 ആണ് വേണ്ടത്. അങ്ങനെ ആകെ ഒരൊറ്റ ഒന്നേ അവിടെ കാണാനുള്ളൂ. ഏതാണ്? ഡി ഓപ്ഷൻ, ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. കീപ്പ് എന്നുള്ളതിൻ്റെ V3 ഫോമാണ് കെപ്റ്റ്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട്, ഇഫ് ഇറ്റ് റെയിൻസ് ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ദ ഗെയിം. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിലെ വേർബ് റെയിൻസ് എന്നുള്ളതാണ്. അത് ഒരു വേർബിൻ്റെ കൂടെ രസ് കണ്ടപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് വേണ്ടത്. അപ്പോൾ അവിടെ വില്ലുണ്ടോ നോക്കി, വില്ലവിടെ ഇല്ല, 4 ഓപ്ഷനിലും ഇല്ല. അടുത്തത് ഷാല് നോക്കി, ഷാലുണ്ട്. അതിൻ്റെ കൂടെ V1 പോസ്റ്റ്പോൺ എന്നുള്ളത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ ഷാൽ പോസ്റ്റ്പോൺ എന്നുള്ളതാണ് ആൻസർ വരിക. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൽ പോസ്റ്റ്പോൺ ദ ഗെയിം. അടുത്തത്, ഇഫ് മൈ ഫാദർ വർ ദ ഡാഷ്. അപ്പോൾ അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് മൈ ഫാദർ വർ ദ, അപ്പോൾ അവിടെ മെയിൻ ഇഫ് ക്ലോസ് ആണ് തന്നത്. നമുക്ക് വേണ്ടത് ഒരു മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിൽ വേർബ് നോക്കി, വേർബ് ഏതാണ്? വേർ എന്നുള്ളതാണ്. വേർ എന്നുള്ളത് V2 ഫോമാണ്, അതായത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരം മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 വരണം. അങ്ങനെയൊന്നും അവിടെ കാണാനുണ്ടോ? 2 എണ്ണത്തിൽ വുഡ് വന്നിട്ടുണ്ട് അല്ലേ, സിയും ഡിയും. അപ്പോൾ അതിലേതാണ് നോക്കണം. വുഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ വേണ്ടത്? V1 ആണ് വേണ്ടത്. V1 വന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഹെൽപ്പ്.
മറ്റേത് നോക്കൂ, ഓപ്ഷൻ ഡി ആണെങ്കിൽ എന്താ, വുഡ് കഴിഞ്ഞിട്ട് ഹാവ് ആണ് വന്നത്, അപ്പോൾ അത് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ സി ആണ്, ഹി വുഡ് ഹെൽപ്പ് യു. അടുത്തത് ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. അപ്പോൾ ഇഫ് ക്ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെയിൻ ക്ലോസ് അപ്പോൾ നോക്കുക, മെയിൻ ക്ലോസിൽ എന്താണ്, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സിൽ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വേണ്ടത്, അതായത് ഹാഡ് പ്ലസ് V3 ആണ് വേണ്ടത്. അപ്പോൾ അതുണ്ടോ, ഓപ്ഷനിൽ നോക്കുക, ഹാഡ് ഉണ്ടോ, ഹാഡ് ഉണ്ട്, പ്ലസ് വാണ്ടഡ് V3 ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 വന്നു. അപ്പോൾ എന്താണ് ഉത്തരം, ഓപ്ഷൻ ഡി, ഇഫ് യു ഹാഡ് വാണ്ടഡ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു റൂൾ അതിൽ നോക്കാനുള്ളത് ഇതാണ്. രണ്ട് ക്ലോസിലും, അതായത് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നെഗറ്റീവ് വരുമ്പോൾ ഇഫ് ഉപയോഗിക്കാൻ പാടില്ല. ഇഫിൻ്റെ നെഗറ്റീവ് ഫോമായിട്ടുള്ള അൺലെസ് ഉപയോഗിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അൺലെസ് യു റെസ്പെക്റ്റ് ദം ദേ വിൽ നോട്ട് റെസ്പെക്റ്റ് യു. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു വേർബിൻ്റെ കൂടെ ഒരു നോട്ട് ചേർന്നാൽ എന്തായി, അത് നെഗറ്റീവായി. അപ്പോൾ അവിടെ എന്താ പറയുക, ആദ്യം കൊടുത്ത ഒരു എക്സാമ്പിൾ അൺലെസ് യു റെസ്പെക്റ്റ് ദം ദേ വിൽ നോട്ട് റെസ്പെക്റ്റ് യു. അപ്പോൾ കണ്ടോ അവിടെ മെയിൻ ക്ലോസ്, അതായത് രണ്ടാമത്തെ ഭാഗം, കംപ്ലീറ്റ് ആയ ഭാഗം, ദേ വിൽ നോട്ട് റെസ്പെക്റ്റ് യു എന്നുള്ള ഭാഗത്തിൽ അവിടെ ഒരു നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി. ഇഫ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ആദ്യത്തെ ഒരു ഭാഗം ഓൾറെഡി എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്തുപയോഗിക്കണം, അൺലെസ് ഉപയോഗിക്കണം. അൺലെസ് യു റെസ്പെക്റ്റ് ദം, നീ അവരെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ, അതൊരു നെഗറ്റീവ് വേർഡ് അല്ലേ. ദേ വിൽ നോട്ട് റെസ്പെക്റ്റ് യു, അവർ നിന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല, അതൊരു നെഗറ്റീവാണ്. അതുകൊണ്ടാണ് അതവിടെ ഇഫ് ഉപയോഗിക്കാണ്ട് അതിന് പകരം എന്തുപയോഗിച്ചത്, ഇഫ് ഉപയോഗിച്ചത്. അടുത്തൊരു സെൻറ്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ഞങ്ങൾക്ക് പുറത്ത് പോവണ്ട, അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അൺലെസ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്, മഴ നിന്നില്ലെങ്കിൽ, അതും ഒരു നെഗറ്റീവാണ്. അപ്പം എന്ത്, രണ്ടിലും കൂടിയിട്ട് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഇഫ് ഉപയോഗിക്കാൻ പാടില്ല, പകരം അൺലെസ് ഉപയോഗിക്കണം. ഇഫിൻ്റെ നെഗറ്റീവ് രൂപമായിട്ടുള്ള അൺലെസ്, അതായത് ഇഫ് പ്ലസ് നോട്ട്, അതാണ് അൺലെസ്. അപ്പോൾ വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ് എന്ന് വന്നു. അപ്പം അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇഫ് ക്ലോസിൻ്റെ അല്ലെങ്കിൽ കണ്ടീഷൻ ക്ലോസിൻ്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.